ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ പണപ്പെരുപ്പം നിരക്ക് നേരിയ തോതിൽ ഉയർന്നു. വാടകയിലുണ്ടായ വർധനവ് മൂലം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രാജ്യത്തെ പണപ്പെരുപ്പം 2.3%. മുൻ വർഷത്തെ ഇതേ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ പണപ്പെരുപ്പത്തിൽ നേരിയ വർധനവുണ്ടായതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഭവനം, വെള്ളം, വൈദ്യുതി, ഗ്യാസ്, ഇന്ധന വിലകളിലും 6.8% വർധനവുണ്ടായി. ഭക്ഷണപാനീയങ്ങളുടെ വില 2.2% വർദ്ധിച്ചു. മറ്റ് വ്യക്തിഗത സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വിലയിൽ 3.5% വർധനവുണ്ടായിട്ടുണ്ട്. ആഭരണങ്ങൾ, വാച്ചുകൾ, വിലപിടിപ്പുള്ള പുരാവസ്തുക്കൾ എന്നിവയുടെ വില 21.9% വർദ്ധിച്ചത് ഈ വിഭാഗത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. കാറ്ററിംഗ് സേവനങ്ങളുടെ വില 2% വർദ്ധിച്ചതിനാൽ റെസ്റ്റോറന്റുകളുടെയും ഹോട്ടലുകളുടെയും വിലകളും 2% ഉയർന്നു. UAE ക്രിപ്റ്റോ കറൻസികളുടെയും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെയും ഒരു പ്രധാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ പുരോഗമനപരമായ കാഴ്ചപ്പാടും അനുകൂലമായ നിയന്ത്രണ ചട്ടക്കൂടുകളും സാങ്കേതിക വിദ്യയിലുള്ള താൽപ്പര്യവും ഈ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നു. 2025 കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ഉയർന്ന ക്രിപ്റ്റോ ഉടമസ്ഥാവകാശ നിരക്ക് UAEയിലാണ്. ജനസംഖ്യയുടെ 27.67%. 2024 മാത്രം ക്രിപ്റ്റോ ആപ്പുകളുടെ 15 ദശലക്ഷത്തിലധികം ഇൻസ്റ്റാളേഷനുകൾ ഇവിടെ നടന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 41% വർധനവാണ് കാണിക്കുന്നത്. പണപ്പെരുപ്പം പോലുള്ള സാമ്പത്തിക ഘടകങ്ങളേക്കാൾ അനുകൂലമായ നിയമങ്ങളും ശക്തമായ സ്ഥാപന തലത്തിലുള്ള നിക്ഷേപങ്ങളുമാണ് UAEയിലെ ക്രിപ്റ്റോ വിപണിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ. ഷാർജയിലെ സർക്കാർ മേഖലയിലെ അമ്മമാർക്ക് പുതുതായി പ്രഖ്യാപിച്ച കെയർ ലീവ് ഒരു സുപ്രധാന ചുവടുവെപ്പ്. ഇത് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിനും ജോലിസ്ഥലത്തെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഈ പുതിയ നയമനുസരിച്ച് സർക്കാർ ജീവനക്കാരായ അമ്മമാർക്ക് കുഞ്ഞിന്റെ ജനനം മുതൽ 1 വർഷം വരെ പൂർണ്ണ ശമ്പളത്തോടെയുള്ള കെയർ ലീവിന് അർഹതയുണ്ട്. ശ്രദ്ധേയമായ കാര്യം ഈ അവധി 3 വർഷം വരെ നീട്ടാൻ സാധിക്കും എന്നതാണ്. ആദ്യത്തെ 1 വർഷം പൂർണ്ണ ശമ്പളം ലഭിക്കുമ്പോൾ തുടർന്നുള്ള 2 വർഷത്തെ അവധി ശമ്പളമില്ലാത്തതായിരിക്കും. ഈ നയം ഷാർജയിലെ അമ്മമാരുടെ തൊഴിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഉടനെ ജോലിയിൽ പ്രവേശിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇത് ഒരു പരിധിവരെ പരിഹാരം നൽകും. അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ വർഷങ്ങളിലെ പരിചരണത്തിന് കൂടുതൽ സമയം ലഭിക്കുകയും ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. അതേസമയം വൈകല്യമുള്ള കുട്ടികളുള്ള അമ്മമാർക്ക് ഇത് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം നൽകും. കുട്ടികളെ നോക്കാൻ ആരുമില്ലാത്ത അമ്മമാരാണെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കും. മാത്രമല്ല, ഷാർജയിലെ പൊതു നഴ്സറികളുടെ എണ്ണം കൂട്ടുന്നതും സംബന്ധിച്ചുള്ള ശുപാർശകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനിയായ ഇൻഡിഗോ മസ്കറ്റിനും കണ്ണൂരിനും ഇടയിൽ സർവീസ് ആരംഭിച്ചു. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി ആദ്യ വിമാനത്തെ സ്വീകരിച്ചു. മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചും ആഴ്ചയിൽ 3 സർവീസുകൾ വീതം നടത്തും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് സർവീസ്. പുലർച്ചെ 3:35 മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന വിമാനം രാവിലെ 8:30 കണ്ണൂരിലെത്തും. രാത്രി 12:40 കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 2:25 മസ്കറ്റിലെത്തും. മസ്കറ്റിനും കണ്ണൂരിനും ഇടയിലുള്ള സർവീസ് വടക്കേ മലബാർ മേഖലയിലെ പ്രവാസികൾക്കേറെ ആശ്വാസകരമാകും. യാത്രാപ്രയാസത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന മലബാറിലെ പ്രവാസി യാത്രക്കാർക്ക് എന്തുകൊണ്ടും ആശ്വാസം നൽകുന്നതാണ് ഇൻഡിഗോയുടെ മസ്കറ്റ് കണ്ണൂർ സർവീസ് എന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസും മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പ്രതിദിന സർവീസ് നടത്തുന്നുണ്ട്. മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് 41.3 റിയാലും കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്ക് 37.2 റിയാലുമാണ് ആദ്യ ദിവസങ്ങളിൽ ഇൻഡിഗോ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ടിക്കറ്റ് നിരക്കുകൾ. ഒമാനിൽ വേനൽ അവധിക്കാലം ആരംഭിക്കാനിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ സൂചന നൽകുന്നു. മസ്കറ്റിനും ചെന്നൈക്കുമിടയിൽ നേരിട്ട് സർവീസ് ആരംഭിക്കാൻ ഇൻഡിഗോ ഒരുങ്ങുന്നു. ജൂൺ പകുതി മുതൽ ആഴ്ചയിൽ 3 സർവീസുകൾ വീതം നടത്തുമെന്ന് എയർലൈൻ കമ്പനി അറിയിച്ചു.
തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 11:45 ചെന്നൈയിൽ നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം പുലർച്ചെ 2:35 ലാൻഡ് ചെയ്യും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1:50 മസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം 6:45 ചെന്നൈയിലെത്തും. വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായും നിരക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇൻഡിഗോ എയർലൈൻ അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് നിരക്കിളവ് പ്രഖ്യാപിച്ചു. രക്ഷിതാക്കളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ ഇളവ് നൽകുന്നത്. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ സർക്കുലർ അയച്ചു. മറ്റ് വിവിധ സ്കൂളുകളിൽ നേരിട്ട് അപേക്ഷിച്ച് ഫീസ് ഇളവ് ആനുകൂല്യം സ്വന്തമാക്കുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയോ ജോലി നഷ്ടപ്പെടുകയോ കടകൾ ഉൾപ്പെടെ വാണിജ്യ വ്യാവസായിക സംരംഭങ്ങൾ നഷ്ടത്തിലാവുകയോ ശമ്പളം ലഭിക്കാതിരിക്കുകയോ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിനായി അപേക്ഷിക്കാം. കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും റെസിഡന്റ് കാർഡ്, വാടക കരാർ രേഖകൾ, സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നുള്ള സാലറി സ്ലിപ്പ്, ശമ്പള ഇടപാടുകൾ വ്യക്തമാക്കുന്ന ജാനുവരി മുതൽ ജൂൺ വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, സ്പോൺസർമാരുടെ കത്ത്, കടകൾ ഉൾപ്പെടെ വാണിജ്യ സംരംഭങ്ങൾ നഷ്ടത്തിലാണ് എന്നതിൻ്റെ രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ 500 റിയാലിൽ താഴെ മാസ വരുമാനമുള്ള രക്ഷിതാക്കൾക്ക് ഫീസ് ഇളവ് ലഭിക്കും. സ്പോൺസറുടെ കത്തിൻ്റെ രൂപം അപേക്ഷാ ഫോമിനോടൊപ്പം നൽകിയിട്ടുണ്ട്. സ്കൂൾ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഓഫീസിലും നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. മെയ് 25 അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം. കഴിഞ്ഞ വർഷം ഫീസ് ഇളവ് ലഭിച്ചവരും ഈ വർഷം പുതുക്കിയ അപേക്ഷ സമർപ്പിക്കണം. വിവിധ കാരണങ്ങളാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രക്ഷിതാക്കൾക്ക് ഇന്ത്യൻ സ്കൂളുകളുടെ പുതിയ നീക്കം ഏറെ ആശ്വാസകരമാകും. മുൻ വർഷങ്ങളിലും ഈ സൗകര്യം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി രക്ഷിതാക്കൾക്ക് നൽകിയിരുന്നു. കോവിഡ് കാലത്തുൾപ്പെടെ 100 കണക്കിന് രക്ഷിതാക്കളാണ് ഓരോ സ്കൂളുകളും ഇത്തരത്തിൽ അപേക്ഷ നൽകി ട്യൂഷൻ ഫീ ഇനത്തിൽ ഇളവ് നേടിയെടുത്തത്. അപേക്ഷകളിൽ മേൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളാണ്. അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഫീസ് ഇളവ് ലഭിക്കുന്നില്ലെന്നും പരാതി ഉയർന്നിരുന്നു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അധികൃതർ അടച്ചുപൂട്ടി. വിവിധ നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ വാരത്തിലാണ് പരിശോധന നടന്നത്. പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പാണ് നൽകിയത്. ചില കേസുകളിൽ പിഴയും ചുമത്തി. എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പരിശോധനയിൽ ടൺ ഉപയോഗശൂന്യമായ പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായും നഗരസഭാ അധികൃതർ അറിയിച്ചു. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിൽപ്പനയ്ക്ക് ശ്രമിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്.